മാഡം എത്ര നാടകത്തിൽ അഭിനയിച്ചു ഇപ്പോ മൊത്തം? ഞാൻ 19 വർഷത്തോളമായി. 30 വർഷമായിട്ട് ഈ രംഗത്തുണ്ട്. എന്താ പേര്? ശ്രീജ. ശ്രീജ. ശരി. എത്രാമത്തെ നാടകം ഇത്? 100 നാടകമായി. 100 നാടകത്തില് ഇത് അല്ല, ഇത് ഈ നാടകം 100 വേദികളിൽ അവതരിപ്പിച്ചു. ഇത് കൂടാതെ മൊത്തം എത്ര നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്? കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ സീസണിലും 10, 180, 200 അങ്ങനെയുള്ള ഒരു സ്കെയിലാണ്. അപ്പൊ നമ്മള് പിന്നെ അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ശരി. അതല്ല, ഇതിപ്പോ ലക്ഷ്മണ രേഖ. ഞാൻ ചോദിക്കണേ, ഇതേപോലെ വേറൊരു നാടകത്തിന്റെ പേര് പറ. മക്കളുടെ ശ്രദ്ധയ്ക്ക്. ഞങ്ങളെ മക്കളുടെ ശ്രദ്ധയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാ. എന്റെ പൊന്നെ, ഭയങ്കര ഭാഗ്യമാണ് ഞങ്ങളുടെ കേട്ടോ നിങ്ങളെ കാണാൻ. ഇവൻ പറഞ്ഞതുപോലെ ലക്ഷ്മണരേഖ മുറിച്ചു കടന്നെങ്കിലും ഒരു അത്തിപരീക്ഷ പരിശുദ്ധിയോടെ സ്വയം തെളിയിച്ചതാണ്. നിനക്ക് വീട്ടിലേക്ക് മടങ്ങി വരാം. ലക്ഷ്മണരേഖ കടന്ന പെണ്ണ് തീയിൽ നടന്ന പരിശുദ്ധി തെളിയിക്കാൻ ഇത് ഇതിഹാസമല്ല. അന്ന് പെണ്ണ് അപകടത്തിൽപ്പെടാതിരിക്കാനുള്ള ഒരു കരുതലായി ആ അതിർരേഖ. പക്ഷെ ഇന്നതല്ല. ലക്ഷ്മണരേഖയിൽ കുടുങ്ങാനല്ല, അത് കടന്ന് അഭിമാനത്തോടു കൂടി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം യാദൃശ്ചികമായിട്ട് ഒരു നാടകം കാണാനിടയായി. നമ്മുടെ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം പാലാരിവട്ടം, അവിടെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ഒരു നാടകം നടക്കുകയായിരുന്നു. അപ്പോൾ ആ നാടകം കണ്ടു കഴിഞ്ഞപ്പോൾ നാടകം വളരെ എൻഗേജിങ് ആയിരുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന യാഥാസ്ഥിക കുടുംബങ്ങളിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ആ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു അടിമത്തം, അതേപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ചൂഷണങ്ങൾ, ലൈംഗിക ചൂഷണങ്ങൾ, ഇതെല്ലാം ആധാരമാക്കിയിട്ട് ഒരു കഥ, വളരെ മനോഹരമായിട്ടുള്ള കഥ, നല്ല അഭിനയം, വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു നാടകം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം, മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു അവ്യാജമായിട്ടുള്ള ഒരു അനുഭൂതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ്, ഇത് ഞാൻ ഷൂട്ട് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കണം എന്നുള്ള ഒരു വിശ്വാസത്തിലൊന്നും അല്ല ഞാൻ ഈ നാടകം കാണാൻ പോയത്. ഷൂട്ടിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയൊന്നും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അന്നേരം കയ്യിലുണ്ടായിരുന്ന ഒരു ക്യാമറ കൊണ്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് രംഗങ്ങളൊക്കെ. പിന്നെ ഈ നാടകം കഴിഞ്ഞപ്പോഴേ അവരെയൊക്കെ പോയി കണ്ടു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കൂട്ടിക്കലർത്തി നമുക്ക് തോന്നുന്ന കുറേ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ വന്ന ചില ചിന്തകൾ, ചില ആശയങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്കും കമൻറ്റും ഒക്കെ ഷെയറും ഒക്കെ ചെയ്യുക ധാരാളം പേർക്ക്. അതുപോലെ വീഡിയോ ആദ്യമായിട്ട്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ, വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നമ്മൾ വരും. എല്ലാ വീഡിയോസും കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് ഈ എപ്പിസോഡിലേക്ക് നേരെ അങ്ങോട്ട് പോകാം. എല്ലാവർക്കും സ്വാഗതം. നാടകം കാണാനിരിക്കുന്ന നമുക്ക് വല്ലതും അറിയണോ ഇതിൻ്റെ പുറകിൽ, കർട്ടന് പുറകിലുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ അണിയറ ശില്പികളൊക്കെ എന്തെല്ലാം ഒരുക്കങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കണം. ഈ നാടകത്തിൽ തന്നെ ഇപ്പം നമ്മൾ പറയുന്ന ഈ നാടകത്തിൻ്റെ പേര് ലക്ഷ്മണ രേഖ എന്നാണ്. ഇതിൽ തന്നെ എത്ര സെറ്റിങ്സ് ആണ് ഉള്ളത് എന്നറിയാമോ? എത്ര കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളുടെ വീടുകൾ, ഇത് ഒരു ജഡ്ജിയുടെ ചേംബറാണ്, അതിൻ്റെ സെറ്റിങ്സ് കണ്ടോ? അതുപോലെ കോടതിയുടെ വാതിൽപ്പുറ ദൃശ്യങ്ങൾ, അതുപോലെ ഇതൊരു ഹോസ്റ്റലിനകത്ത് കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഇത് പ്രധാന കഥാപാത്രത്തിൻ്റെ വീടാണ്. ആ വീട്ടിലെ അവരുടെ മകനുണ്ട്, അച്ഛനുണ്ട്. അതുപോലെ അടുത്ത രംഗം വരുന്നത്, ഇത് പ്രധാന കഥാപാത്രത്തിൻ്റെ കൂട്ടുകാരിയുടെ വീടാണ്. ഇത് ഓഫീസ് മുറിയാണ്, ഈ പ്രധാന കഥാപാത്രം ജോലിക്ക് പോകുന്ന സ്ഥലം. ഇത് പ്രധാന കഥാപാത്രത്തിൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ അവരുടെ ഹൗസ് വാമിങ്ങിന് വന്നപ്പോഴുള്ള ചില രംഗങ്ങൾ. ഇങ്ങനെ ഇതെല്ലാം കോർത്തി ഇണക്കിയിട്ട് ഒരു നാടകം ഉണ്ടാക്കുന്ന സമയത്ത് എത്രമാത്രം കഠിന അധ്വാനം ഈ അണിയറ ശില്പികൾക്ക് ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ സമയം അഭിനേതാക്കളാണെങ്കിൽ മേക്കപ്പ് ഇടുന്ന തിരക്കിലും, അതുപോലെ അവർ ആ കഥാപാത്രമായി മാറേണ്ടതുണ്ട്. അതിനുള്ള സെറ്റിങ്സ്, ഡ്രസ്സ്, ഓരോ ആളുകളും 3 കഥാപാത്രങ്ങളൊക്കെയാണ് ഈ സാധാരണ ഇത്തരത്തിലുള്ള നാടകങ്ങളിലൊക്കെ അവതരിപ്പിക്കുന്നത്. എത്ര കഠിന പ്രയത്നമാണ് ഇവർ ഓരോരുത്തരും ഇടുന്നത് എന്ന് നോക്കുക. സിനിമ വരുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാടകം ഉണ്ടായിരുന്നുവെങ്കിലും കാലക്രമേണ പലവിധ കാരണങ്ങൾ കൊണ്ട് നാടകങ്ങൾ കുറഞ്ഞു വരികയും എന്നാൽ സിനിമയോടുള്ള ആകർഷണം വളരെയധികം കൂടുകയൊക്കെ ചെയ്തു. ബേസിക്കലി നാടകമായാലും സിനിമയായാലും ഒക്കെ അഭിനയമാണെങ്കിൽ പോലും
നമ്മളൊരു നാടകം കാണുന്ന സമയത്ത് അതിലെ ആ കഥാപാത്രങ്ങൾ, ആ നടീനടന്മാരുടെ അവരുടെ അഭിനയവും അതേപോലെ അവരുടെ ആ ബോഡി ലാംഗ്വേജും അതുപോലെ അവരുടെ ആ വസ്ത്രധാരണവും പല സീനുകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അവരുടെ ആ ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണുന്ന സമയത്ത് ഒരു വ്യത്യസ്തതയാണ്. നമ്മളൊരു സിനിമ കാണുന്നത് പോലെയല്ല. എന്നാൽ ഈ സിനിമ എന്ന് പറയുന്നത് എത്രയോ പ്രാവശ്യം നമുക്ക് റീടേക്കും ഷോട്ടുകളും പല പല കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ ഒരു നാടകം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കട്ടൻ പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നടീനടന്മാർ അവർ ആ കഥാപാത്രമായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ നാടകത്തിന്. അത് തീർച്ചയായിട്ടും ഈ നാടക കലാകാരന്മാർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും വലിയൊരു അംഗീകാരമാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. പുറത്തു വിടുന്ന നിമിഷം ഞാനും ചില മൊഴികൾ കൊടുക്കും. ഒരു സൈക്കാട്രിസ്റ്റായി എന്റെ മുന്നിൽ അമിത ശരീരാസക്തി അഥവാ നിംഫോമാനിയായി ട്രീറ്റ്മെന്റിലായിരുന്നു നീ എന്ന് ഞാൻ പറയും. എന്നെ വശീകരിക്കാൻ വേണ്ടി നീ എനിക്ക് അയച്ചതെന്നാണ് ഈ ഫോട്ടോസ് എന്ന് ഞാൻ പറയും. ഇങ്ങനെ ഞാൻ പഠിക്കാത്തത് കൊണ്ട് അതിന്റെ സിനിമാ നടീനടന്മാരോട് അത്രയും തന്നെ കിടപിടിക്കത്തക്ക ഒരു അഭിനയമുള്ളവരാണ് നാടക നടീനടന്മാരും. സിനിമാ മേഖലയിൽ ഒരുപാട് പണത്തിൻ്റെ ഒരു കൊഴുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരവൻ, ഓരോ നടന്മാർക്കും ഇപ്പോൾ കാരവനുണ്ടെന്ന് കേൾക്കുന്നു. എന്നാൽ ഈ നാടകത്തിൽ അഭിനയിക്കുന്നവരുടെ കാര്യം എത്ര കഷ്ടമാണ്. പണ്ടത്തെ കാലമൊക്കെ കൂടി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരൊരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യുക, ഓരോരോ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ആ സ്റ്റേജുമായിട്ട് ഇടപഴകി നാടകങ്ങൾ അവതരിപ്പിക്കുക, ആ നാട്ടുകാരായിട്ട് സംവേദിക്കുക. ഒരു തരത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭൂതി ഈ നാടക നടീനടന്മാർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് കിട്ടും എങ്കിൽ പോലും അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ധാരാളം പ്രോത്സാഹനങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഈ വിഷമിക്കും ഇതിൽ കൂടുതൽ സ്വന്തം വീടിന് വേണ്ടെങ്കിൽ പിന്നെ ആ പെണ്ണിനെ മറ്റാർക്കും വേണ്ട ഓർത്തോ നീയും. നന്ദിയുണ്ട് എന്നിലെ പഴയ സീതാലക്ഷ്മിയിലെ തീ കുടഞ്ഞ് പുറത്തിട്ട് തന്നതിന് ഒരുപാട് നന്ദി. ആ വൈകമോളുടെ ആത്മാഭിമാനം കാണുമ്പോ ചൂടിപ്പോവാണ്. ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട മുക്കാൽ ഭാഗം പെൺകുട്ടികളും മറുത്തു പറയാൻ ത്രാണിയില്ലാത്ത കഴുതകളായി പോയി. പഠിച്ചിട്ടും കഴിവുണ്ടായിട്ടും അവനവന് വേണ്ടി പോലും ജീവിക്കാൻ ധൈര്യമില്ലാത്ത കോവർ കഴുതകൾ. മാട് പോലെ ഭാരം വലിക്കാനല്ലാതെ മറ്റൊന്നിന് അവകാശമില്ലാത്ത കോവർ കഴുതകൾ. ഈ ചുറ്റുവട്ടത്ത് എത്ര സ്ത്രീകൾ വർഷങ്ങളായിട്ട് ജോലിക്ക് വന്നു. അവർക്കാർക്ക് ഇങ്ങനെ പ്രശ്നം പറഞ്ഞല്ലോ. ജോലിക്ക് കയറി ഒരു മാസത്തോടെ അമ്മയ്ക്ക് മാത്രമല്ല ഇങ്ങനെ വന്നത്. അയാൾക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള എന്തോ റീസൺ അമ്മയുടെ പെരുമാറ്റത്തിൽ നിന്ന് ഉണ്ടാവും.
നാടകം കഴിഞ്ഞ് അതിനകത്തെ പ്രധാന കഥാപാത്രമായ അഭിനേത്രി സ്റ്റേജിൽ നിന്നിങ്ങനെ പുറത്തോട്ടിങ്ങനെ വരുന്ന ഒരു രംഗമുണ്ട്. അവിടെ എത്ര ആളുകളാണ് ആ അഭിനേത്രിയെ അഭിനന്ദിക്കാനായിട്ട് മുമ്പോട്ട് വന്ന് അവരുടെ അവരൊന്ന് തൊടാനും കയ്യിൽ പിടിക്കാനും ഒക്കെ ആയിട്ട്. അതൊക്കെ തന്നെയാണ് ഈ നാടകത്തിൻ്റെ അംഗീകാരം. ആ അഭിനേത്രി മാത്രമല്ല, ഇതിനകത്ത് അഭിനയിച്ച എല്ലാ നടീനടന്മാരും വളരെ ഭംഗിയായിട്ട് അവരവരുടെ റോളുകൾ അവതരിപ്പിച്ചു. സൈക്കാട്രിസ്റ്റിൻ്റെ വേഷമാണെങ്കിലും, അതേപോലെ കാർന്നോരാണെങ്കിലും, പിന്നെ ഒരു ചെറുപ്പക്കാരനായിട്ട് വന്ന യുവാവാണെങ്കിലും, അയാളുടെ കാമുകിയാണെങ്കിലും എല്ലാവരും തന്നെ, അതുപോലെ പ്രധാന കഥാപാത്രത്തിൻ്റെ ഹസ്ബൻഡായിട്ട് വന്നിട്ടുള്ള ആളാണെങ്കിലും, ഇതിൻ്റെ സംവിധാനവും എല്ലാം തന്നെ വളരെ ഭംഗിയായി എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടിപൊളിയായി കേട്ടോ, അടിപൊളിയായി. ഇവിടെ നിങ്ങളെ ഇന്ന് ഞങ്ങൾ കാണിച്ച ഈ നാടകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഇവരിപ്പോൾ ഇവിടെ ഇത് കേരള സർക്കാരിൻ്റെ സംഘകേളിയുടെ കഴിഞ്ഞ വർഷത്തെ നാടകത്തിന് മക്കളുടെ ശ്രദ്ധയ്ക്കോ അങ്ങനെ ഒരു നാടകം, അതിനാണ് സംസ്ഥാനത്ത് അവാർഡ് കിട്ടിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലെ അഭിനേത്രി ആയിട്ടുള്ള ശ്രീജ എന്ന് പറയുന്ന നടി നമ്മളിപ്പോൾ കണ്ടു. ആ നടി ഒക്കെയാണ് സംസ്ഥാനത്തെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയതെന്നുള്ള അറിഞ്ഞു. ഈ വർഷവും തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് സംഘകേളിയുടെ ലക്ഷ്മണരേഖ എന്ന നാടകത്തിന് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ നമ്മുടെ വീട്ടമ്മമാർ അടുക്കളയിൽ ഒതുങ്ങിക്കഴിയാനുള്ളവരല്ല. അവർ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്ന് ഒരുപാട് നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു മെസ്സേജ്, അവർ അങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ള ഒരു മെസ്സേജ് ഈ നാടകം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ നാടകത്തിൻ്റെ ഒരു വിജയം എന്ന് ഞാൻ കരുതുന്നു. നാടകരചന മുഹാബിബായ, സംവിധാനം ജലീൽ സംഘകേളി. ഒരു നാടകം രചിച്ച് അതിലെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായിട്ടുള്ള അഭിനേതാക്കളെ കണ്ടുപിടിച്ച് അവരെ കൊണ്ട് അത് അഭിനയിപ്പിച്ച് അനേകം റിഹേഴ്സലുകൾ നടത്തി, അതേപോലെ അത് രംഗ സജ്ജീകരണങ്ങൾ, അതേപോലെ വസ്ത്രാലങ്കാരം, അതുപോലെ ലൈറ്റ്, സൗണ്ട്, സംഗീതം, ഇതെല്ലാം കൊടുത്ത് ഇതെല്ലാം കൃത്യമായി സമന്വയിപ്പിച്ച് സംവിധാനം ചെയ്ത് കാണികളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണികളുടെ കയ്യടി നേടി അവരെ എൻ്റർടൈൻ ചെയ്ത് അതിലൂടെ അവർക്ക് നല്ലൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുമ്പോഴാണ് ഒരു നാടകം വിജയിച്ചു എന്ന് പറയാൻ പറ്റുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ അർത്ഥത്തിലും സംഘകേളിയുടെ ഈ നാടകം ലക്ഷ്മണരേഖ എന്നുള്ള നാടകം ഒരു ഗംഭീര വിജയമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു അഭിപ്രായം, നാടകങ്ങൾ നമുക്ക് സാധാരണക്കാർക്ക് കാണാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. ഈവൻ ഉത്സവപ്പറമ്പുകളിലാണെങ്കിലും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിഷ്കർഷയുണ്ട്, 10 മണിക്ക് ശേഷം ഉച്ചഭാഷകളൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൗണ്ട് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല പുറത്ത്. അതുകൊണ്ട് തന്നെ നാടകങ്ങൾ 10 മണിക്ക് ശേഷം നടക്കുകയില്ല. അപ്പോൾ ഈ അമ്പല കമ്മിറ്റിക്കാർക്കൊക്കെ ഒരു പരിമിതികളുണ്ട്. അവർക്ക് മറ്റ് പല പരിപാടികളും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ നാടകങ്ങൾ പലപ്പോഴും തഴയപ്പെടുകയാണ്. അപ്പോൾ ഒരു സ്ഥിരം നാടകവേദി ഒരു ജില്ലാടിസ്ഥാനത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ ഓരോ ജില്ലകളിലും ഓരോ സ്ഥിരം നാടകവേദിയൊക്കെ ഉണ്ടെങ്കിൽ ഈ നാടകം കാണണം എന്നുള്ളവർക്ക് നാടകം കാണാനുള്ളൊരു അവസരം ഉണ്ടാവും. അത് ഗവൺമെൻറ് അങ്ങനെ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും.
അപ്പോൾ പല നാടക കമ്പനികൾക്കും ഡെയിലി വന്നിട്ട് അവിടെ നാടകങ്ങൾ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു നാടകം തന്നെ ചിലപ്പോൾ 1-2 പ്രാവശ്യം അങ്ങനെ ചില കലാനിലയമൊക്കെ ഇപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറയിലൊക്കെ ഇങ്ങനെ ഒരു 2 മാസത്തേക്ക് മറ്റേ അവരുടെ നാടകങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടു. അതേപോലെ എല്ലാ നാടക കമ്പനിക്കാർക്കും അത് അവർ ഭയങ്കര ലാർജ് സ്കെയിലാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റ് എല്ലാ അമേച്വർ പ്രൊഫഷണൽ എല്ലാ നാടക കമ്പനിക്കാർക്കും അവരവരുടെ നാടകങ്ങൾ പ്രദർശിപ്പിക്കാൻ ഒരു വേദി ഉണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് ഒരു അഭിപ്രായമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.